ഇപ്പോൾ സമയം രാവിലെ 6 മണി. കടൽ ഇനിയും ഉറക്കത്തിലാണ്. സൂര്യൻ പതുക്കെ ആകാശത്തിൻ്റെ അതിരുകളിൽ തെളിയാൻ തുടങ്ങുന്ന സമയം. ഇതാണ് ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും സ്പെഷ്യൽ നിമിഷം. അതായത് ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിലേക്കുള്ള ആദ്യത്തെ യാത്ര. ലക്ഷദ്വീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ദ്വീപുകളും കോറൽ ദ്വീപുകളാണ്. മൊത്തം ഭൂവിസ്തീർണം ഏകദേശം 32 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിലും കടൽ വിസ്തീർണം ഇതിൽ വളരെ കൂടുതലാണ്. ഷിപ്പ് കരയോട് അടുപ്പിച്ചിരുന്നില്ല. ഏകദേശം അരമണിക്കൂർ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്തതിന് ശേഷമാണ് ഈ മിനിക്കോയ് ദ്വീപിലേക്ക് എത്തുന്നത്. നിങ്ങളിവിടെ ഇപ്പോൾ കാണുന്നത് ഷിപ്പിൽ നിന്ന് ആൾക്കാരെ ബോട്ടിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ്. അങ്ങനെ മിനിക്കോയ് ദ്വീപിനെ ലക്ഷ്യമാക്കി നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറബിക്കടലിൽ ചിതറിക്കിടക്കുന്ന 36 ചെറിയ ദ്വീപുകൾ ചേർന്നതാണ് നമ്മുടെ ഈ ലക്ഷദ്വീപ്. ഇതിൽ വെറും 10 ദ്വീപുകളിൽ മാത്രമാണ് ആൾതാമസം ഉള്ളത്. ബാക്കിയുള്ള 26 ദ്വീപുകൾ ഇന്നും പ്രകൃതിയുടെ കാവലിൽ തന്നെയാണ്. മറ്റു ലക്ഷദ്വീപുകളിൽ നിന്ന് വ്യത്യസ്തമായി മിനിക്കോയ് ഒരു പ്രത്യേക സംസ്കാരവും വ്യത്യസ്തമായ ഭാഷയും ജീവിത രീതിയും ഉള്ള ഒരു ദ്വീപാണ്. ഇവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്നത് മഹൽ ഭാഷയാണ്. ഞങ്ങളങ്ങനെ സാഹസികമായ ബോട്ട് യാത്രയ്ക്ക് ശേഷം മിനിക്കോയ് ദ്വീപിലിറങ്ങി. അവിടെ നമ്മളെ റിസീവ് ചെയ്യാൻ മുഷീർ ഉണ്ടായിരുന്നു. അപ്പോൾ മുഷീർ ഒത്തുള്ള ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞങ്ങൾക്കൊരു ഭാഗ്യം കൂടെ മിനിക്കോയ് ദ്വീപിൽ ലഭിച്ചു. കാരണം മിനിക്കോയ് ഫെസ്റ്റ് വർഷത്തിലൊരിക്കൽ നടക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ ഇറങ്ങിയത്.